അമ്മൂമ്മയുടെ പേരെന്താ? എന്തോ സ്നേഹമോളെ കണ്ടപ്പോ വല്ലാത്തൊരാശ്വാസം. തളരരുത്. എന്തു വന്നാലും ഗിരിയും ഞാനും മാത്രം തളരാൻ പാടില്ല. ഗിരീനെ അത് ഓർക്കുക പോലും വേണ്ട. ഞാനതൊക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാരും കൂടി എന്നെ കൊന്നുകളഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ വെറും ഒരു ശവം മാത്ര, ജീവനുള്ള ഒരു ശവം. മോളിങ്ങി കയറി വാ. അമ്മൂമ്മയുടെ പേരെന്താ? പറയാന്നേ, മോളിങ്ങ അടുത്ത് വാ. വാ, മോളിവിടെ ഇരിക്കെ. അമ്മൂമ്മ പേര് അറിഞ്ഞില്ലല്ലോ. മോളുടെ പേര് പറ ആദ്യം. ആദ്യം ചോദിച്ചേ. ആഹാ, കിട്ടിയല്ലോ, പേര് കിട്ടിയല്ലോ. നല്ല പേരാണല്ലോ, സ്നേഹമോൾ. മോള് പിണങ്ങണ്ട. നിർമ്മല എന്ന ഈ അമ്മൂമ്മയുടെ പേര്. ഇതെന്ത് പറ്റിയതാ? അതേ, ഭിത്തിയിൽ മുട്ടിയതാ. ഏത് ഭിത്തിയില്? വീട്ടിലെ ഭിത്തിയിൽ. എന്താ സ്നേഹക്കുട്ടി നോക്കുന്നേ? അമ്മൂമ്മ ആരെങ്കിലും തള്ളിയിട്ടാണോ? ആണോ അമ്മൂമ്മേ? കള്ളന്മാരാണോ ചെയ്തത്? ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞ് കള്ളന്മാർക്ക് നല്ല ഇടി വാങ്ങിച്ചു കൊടുക്കാം. അമ്മൂമ്മയുടെ വീട് എവിടെയാ? കുറച്ച് ദൂരെയാ. അമ്മൂമ്മയ്ക്ക് ആരുമില്ലേ? എന്താ അമ്മൂമ്മ ഒന്നും മിണ്ടാത്തെ? അമ്മൂമ്മയ്ക്ക് മക്കളാരുമില്ലേ? എനിക്ക് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ട്. ഞാനും ക്ലാരമ്മയും അന്നാകാലത്തിലാണ് താമസിക്കുന്നേ. അമ്മയ്ക്ക് വേദനിക്കണുണ്ടോ? സാരമില്ല, ഞാൻ ഡോക്ടർ രണ്ടുപേരുടെ അടുത്ത് പറഞ്ഞ് ഗുളിക വാങ്ങിത്തരാം. നല്ല മധുരമുള്ള ഗുളിക. പേടിക്കണ്ട, സ്നേഹമല്ലേ പറയുന്നേ. പിന്നെ ഒരു സ്നേഹമോള് വന്നിരിക്കുന്നു. ഓ, വലിയൊരാള്. കണ്ണ് തെറ്റി അവിടെ നിങ്ങി ചാടും. വല്ല കുസൃതി ഒപ്പിച്ചോ ഇവിടെ? ഏയ്, എന്തോ സ്നേഹമോളെ കണ്ടപ്പോ വല്ലാത്തൊരാശ്വാസം. അമ്മൂമ്മേ, ഇതാ എന്റെ ക്ലാരമ്മ. സ്നേഹമോള് എന്റെ മോളാ. വാ മോളെ, പിന്നെ വരാം.
ശ്യാമേട്ട, ഗാദിയെ ഗംഗേച്ചിയുടെ അടുത്താക്കിയിട്ട് ഞങ്ങളിങ്ങ് പോന്നു. ഗംഗേച്ചിയുടെ കുറെ തുണികൾ കഴുകാനുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ആഹാരത്തിന്റെ കാര്യം നോക്കണല്ലോ. ശ്യാമേട്ടൻ ചെന്നിട്ടേ ഗാദി ഇങ്ങോട്ട് പോരുള്ളൂ. ഗംഗയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ്, ഒരു കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഇങ്ങ് പോന്നാ മതിയെന്നേ ഉള്ളൂ പുള്ളിക്കാരിക്ക്. ശ്യാമേട്ടൻ അങ്ങോട്ട് തിരക്കിട്ട് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. ഗാദി ഉണ്ടല്ലോ അവിടെ. കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ നോക്ക്. നല്ല ഉറക്കക്ഷീണുണ്ട് ശ്യാമേട്ടന്റെ മുഖത്ത്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഗിരി, തീരെ പ്രതീക്ഷിച്ചിരിക്കാത്ത നേരത്താണ് ഓരോ ദുരന്തങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്. ഇപ്പോഴിതാ അങ്കിളിന്റെ മരണവും അങ്ങനെ തന്നെ. ഗംഗയും ഗിരിയും ഗാഥയൊക്കെ ദുഃഖിക്കുന്നതിലുപരി ഞാനും ദുഃഖിക്കുന്നു. കുറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അങ്കിൾ പോയത്. ശ്യാമേട്ട, തളരരുത്. എന്തു വന്നാലും ഗിരിയും ഞാനും മാത്രം തളരാൻ പാടില്ല. കാരണം ഗംഗയുടെയും ശാലിനിയുടെയും ഗാഥയുടെ എല്ലാ ആശ്വാസം ഇപ്പൊ നമ്മൾ മാത്രമാണ്. എനിക്കതറിയാം ശ്യാമേട്ട. ഈ അവസ്ഥയിൽ ശ്യാമേട്ടൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ കാരണം ശ്യാമേട്ടൻ. വേണ്ട, ഇനി അതേക്കുറിച്ചൊന്നും പറയണ്ട. ഗിരി ഇനി അത് ഓർക്കുക പോലും വേണ്ട. ഞാനതൊക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ ശ്യാമേട്ടന് പഴയ ജോലി തുടർന്നൂടെ? ശ്യാമേട്ടൻ എനിക്കിന്ന് ഗംഗേച്ചിയുടെ ഭർത്താവ് മാത്രമല്ല, ഏട്ടന്റെ അച്ഛന്റെ സ്ഥാനത്ത് കൂടിയാ. ശ്യാമേട്ടൻ എന്നോട് ക്ഷമിച്ചെങ്കിൽ, എല്ലാം മറന്നെങ്കിൽ, പ്ലീസ്. ആ ശ്യാമേട്ട, പിന്നെ ആ നിർമ്മൽ ടീച്ചർക്ക് എന്തോ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലുണ്ട്. ശ്യാമേട്ടൻ അറിഞ്ഞില്ലേ? ഇല്ല. ഞാനും ഗാദിയും കയറി കണ്ടു. പക്ഷെ ടീച്ചർ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് അലക്കിയിടട്ടെ. അക്ക, ദാ ശ്യാം സാറ്. ഗംഗേച്ചി ഉറക്കാനിട്ടോ സാറേ? ഞാനും ഒക്കെ കാണാൻ വന്നപ്പോ നല്ല ഉറക്കായിരുന്നു. ടീച്ചറമ്മ, ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ? വാ അക്ക. ടീച്ചർക്കെന്തോ ആക്സിഡന്റ്. രാവിലെ ശാലിനി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഞാൻ മരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി അല്ലേ ടീച്ചറെ? അല്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും മരിച്ചു കഴിഞ്ഞതാണല്ലോ. എല്ലാരും കൂടി എന്നെ കൊന്നുകളഞ്ഞില്ലേ? ഇപ്പം ഞാൻ വെറും ഒരു ശവം മാത്ര, ജീവനുള്ള ഒരു ശവം. ടീച്ചർ അങ്ങനൊന്നും പറയരുത്. പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്? അതും കൂടി എനിക്കൊന്ന് പഠിപ്പിച്ചതാ. എന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന നിനക്ക് ഞാൻ ഒരുപാട് പാഠങ്ങൾ ചൊല്ലി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനു പകരമായി നീ എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു.
ഗുരുദക്ഷിണയും തന്നു. ഇനി എന്താ നിനക്ക് വേണ്ടത്? ഈ അവശേഷിക്കുന്ന ബാക്കി ജീവൻ കൂടിയോ? എടുത്തോ. ഇനി അത് മാത്രമായി ബാക്കി വെക്കുന്ന എന്തിനാ? ടീച്ചറെ, ഇനി എന്നെ എങ്ങനെ ശിക്ഷിക്കരുത്. മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും എനിക്ക് മാപ്പ് തന്നൂടെ? എല്ലാം മറന്നുകൂടെ? മറന്നതാണ്. നിന്റെ ഈ മുഖം പോലും ഞാൻ എന്നെ മറന്നതാണ്. പക്ഷേ വീണ്ടും വീണ്ടും നീ തന്നെയാണ് എന്റെ മുന്നിലേക്ക് വന്ന് എന്നെ കുത്തി നോവിക്കുന്നത്, പിന്നെ എല്ലാം ഓർമ്മിപ്പിക്കുന്നത്. ഒരല്പമെങ്കിലും കരുണ നിന്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും എന്റെ കൺമുമ്പിൽ വരാതിരിക്കാൻ ദയവ് കാട്ടണം. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു പാവ അമ്മയുടെ യാചനയായി കരുതിയ മാത്രം മതി. ഗംഗേച്ചി നോക്കിക്കോ, പെൺകുഞ്ഞ് തന്നെയായിരിക്കും. ഗംഗേച്ചി കേട്ട് ചന്തമുള്ള കണ്ണും മൂക്കും ഒത്തിരി മുടിയൊക്കെ ഉള്ള നല്ല സുന്ദരി കുട്ടി. വേണ്ട വേണ്ട, പെൺകുഞ്ഞു മതി. ഗംഗേച്ചയുടെ കൂട്ട് അതിന് നല്ല മനസ്സും സ്നേഹവും ഒക്കെ ഉണ്ടാവും. എങ്കിലേ ഈ മുത്തുവിനെ പോലത്തെ തെണ്ടിപ്പിള്ളാരോടൊക്കെ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. എന്താ മുത്തു നീ അങ്ങനെ പറഞ്ഞത്? ആരാ തെണ്ടിപ്പിള്ളേര്? നീ ഈ ഗംഗേച്ചിയുടെ കുഞ്ഞനിയനല്ലേ? പോരാത്തന്നെ ടീച്ചറമ്മയുടെ മക്കളും. രാധികയോ? വിവരമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോവരുത്. അതിരിക്കട്ടെ, ടീച്ചർക്കിപ്പോ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല, ബോധമൊക്കെ തെളിഞ്ഞു. ശ്യാം സാർ അവിടെ നിപ്പുണ്ട്. അക്ക അങ്ങോട്ട് പൊക്കോ, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞു വന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേക്കാ. ഗംഗ ചേച്ചിക്ക് വെളിയിൽ നിന്നെല്ലാം മേടിക്കാൻ പറ്റുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട, നീ ഇവിടെ നിന്നാ മതി. ശ്യാമേട്ടൻ ടീച്ചറുടെ അടുത്ത് വന്നിട്ട് ഏറെ നേരമായോ മുത്തു? ഇല്ല, കുറച്ചു നേരം ആയതേ ഉള്ളൂ. അന്നേരല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ടീച്ചറുടെ മോളെ രേണുകയെക്കുറിച്ച് പിന്നെ എന്തെങ്കിലും വിവരം കിട്ടി മുത്തു? ഇല്ല, മരിച്ചുപോയെന്ന എല്ലാരും പറയുന്നത്. പക്ഷെ ടീച്ചറമ്മ പറയുന്നത് എന്തെങ്കിലും രേണു ചേച്ചി തിരിച്ചു വരുമെന്നാ.